we were discussing about stereoisomers, and we have discussed about geometric isomers. Stereoisomeril varuna ഒരു പോർഷൻ ആയിരുന്നു geometric isomers. ഒരു ടൈപ്പ് stereoisomer ആയിരുന്നു geometric isomers or cis-trans isomers. Now we are going to discuss about optical isomers. Optical isomers. What do you mean by optical isomerism? It is the phenomenon of rotating the plane of plane polarized light towards left or right is known as optical activity. If the plane of plane polarized light rotates towards left or right, that phenomenon is known as optical activity. അതിൽ എക്സാമിന് ചോദിക്കാവുന്നത് എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, ആ ഒരു ഡെഫിനിഷൻ എഴുതുക. ആൻഡ് ദ കോമ്പൗണ്ട്സ് വിച്ച് ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആർ optically active compounds. Compounds which show optical activity are optically active compounds. Optical activity exhibit ചെയ്യുന്ന compounds എല്ലാം optically active ആയിരിക്കും. Then there is a condition to be optically active. Optical activity exhibit ചെയ്യാൻ compounds condition ഉണ്ട്. That compound contains at least one chiral or asymmetric carbon atom. If a compound contains at least one chiral or asymmetric carbon, എന്തായിരുന്നു asymmetric carbon? ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ആറ്റംസും ഡിഫറെന്റ് ആവുമ്പോഴാണ് അത് അസിമെട്രിക് കാർബൺ ആവുന്നത്. അങ്ങനെയുള്ള അസിമെട്രിക് കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട് മാത്രമേ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുന്നുള്ളൂ. സിമെട്രിക് കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കില്ല. സിമെട്രിക് കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനെ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി താഴെയുള്ള ഫിഗർ നമുക്ക് യൂസ് ചെയ്യാം. ദിസ് ഇസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. എന്നുവെച്ചാൽ ഏത് ഡയറക്ഷനിലേക്കും അതിന്റെ പ്ലെയിൻസ് ഉണ്ടാവും. അതിന്റെ വൈബ്രേഷൻ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും വരാം. അതിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്ന ഒരു പോളറൈസർ യൂസ് ചെയ്ത് അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റുന്നു. Then it passes through a substance and there will be rotation of this plane polarized light towards right or towards left. Towards right or towards left. And we can say there are levorotatory substances and dextrorotatory substances. Levo and dextro. എന്താണ് levorotatory? എന്താണ് dextrorotatory? We know plane of plane polarized light can be rotated to left or right. Correspondingly, there is levo and dextrorotatory. So optical isomersത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ സീരീസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ, എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം? നമ്മൾ ഈ ഡെഫിനിഷൻ എഴുതുക. ഫിനോമിനൻ ഓഫ് റൊട്ടേറ്റിംഗ് ദ പ്ലെയിൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ് ഈസ് നോൺ ആസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ആൻഡ് ദ കോമ്പൗണ്ട്സ് വിച്ച് ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ്. Then there are levorotatory and dextrorotatory substances. And there is a condition to be optically active. Optical activity കാണിക്കാൻ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. That compound contains at least
one chiral carbon atom or at least one asymmetric carbon atom. ഈ ഫിഗർ ഒന്നും വരക്കണ്ട കേട്ടോ. എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് ചോദിച്ചാൽ ഈ ഫിഗർ ഒന്നും വരക്കണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഞാൻ സ്പെസിഫൈ ചെയ്യാത്തത് ലെഫ്റ്റ് റൈറ്റ് മാറിയിട്ടുണ്ട്. Levorotatory. They are the substance that rotate plane polarized light towards left. Levorotatory substance ആണെന്ന് പറയുന്നത് ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ലീവോറൊട്ടേറ്ററി എന്ന് പറയുന്നത്. Levorotatory substances are substances that rotate plane polarized light towards left. കാണാം, ഇതാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, ഇതാണ് അതിന്റെ പ്ലെയിൻ. ആ പ്ലെയിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ലീവോറൊട്ടേറ്ററി. ലീവോറൊട്ടേറ്ററിയിലെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. LAEVO. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ലീവോറൊട്ടേറ്ററി. Then dextrorotatory. They are the substances that rotate plane polarized light to right. Dextrorotatory. They are the substances that rotate the plane polarized light towards right. ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ ഒരു പ്ലെയിനിലാണ്. ആ പ്ലെയിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. Hope it is clear. Then there are chiral objects and achiral objects. Hope you remember about chiral carbon and achiral carbon. Chiral carbon or asymmetric carbon. Then, in optically active compounds, there will be mirror images. There will be mirror images for these compounds. എന്താണ് ഈ മിറർ ഇമേജ്, പിന്നെ എന്താണ് ഈ കൈറാലിറ്റി, അത് മനസ്സിലാവാനാണ് ആ ഒരു ഫിഗർ വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ മിറർ ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റിൽ എന്താണോ ഉള്ളത് അത് റൈറ്റ് ആയിട്ട് കാണുന്നതാണ് അല്ലെ. സോ ഇഫ് യു ആർ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിനെ മിററിലേക്ക് നോക്കുമ്പോൾ അത് റൈറ്റ് ഹാൻഡ് ആയിട്ടാണല്ലോ കാണുന്നത്. മിററിൽ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് കാണുന്നത്. അതാണ് മിറർ ഇമേജ്. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിനെ മിററിലേക്ക് നോക്കുമ്പോൾ മിററിൽ കാണുന്നത് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണ്. അതാണ് മിറർ ഇമേജ്. ഇനി നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡും ഈ മിറർ ഇമേജും രണ്ടും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യൂ എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് ഹാൻഡിനെ മിറർ ഇമേജിന്റെ മുകളിൽ വെച്ചാൽ അല്ലെങ്കിൽ തിരിച്ചു ചെയ്താൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. നമുക്കറിയാലോ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഡിഫറെന്റ് ആണ്. സോ അവിടെ സൂപ്പർ ഇമ്പോസിങ് നടക്കില്ല. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് കൈറാൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. The mirror images that cannot be superimposed are known as chiral objects. If the mirror images cannot be superimposed, those images are called chiral images or chiral objects. ഇനി നിങ്ങളൊരു ഗ്ലാസ് മറ്റും എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസിന്റെ മിറർ ഇമേജ് അതിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഏതാണ് മിറർ ഇമേജ് ഏതാണ് ഒറിജിനൽ ഇമേജ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഒന്നിന്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. കറക്റ്റ് സൈസ് ആയിരിക്കും, അതിന്റെ ഷേപ്പിനൊന്നും ഡിഫറൻസ് ഉണ്ടാവില്ല. ഏതാണ് മിറർ ഇമേജ് ഏതാണ് നമ്മുടെ റിയൽ ഇമേജ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. Therefore, it can be superimposed. അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് എക്കൈറൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ കൈറൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് മിറർ ഇമേജസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ കഴിയാത്തതാണ്. കനോട്ട് ബി സൂപ്പർ ഇമ്പോസ്ഡ്.
and achiral objects. Here, mirror images can be superimposed. ആ കൈറാൽ ഒബ്ജക്ട്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫിഗർ കൊടുത്തതെന്ന് പറഞ്ഞു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മോളിക്യൂൾസിന്റെ കേസും. ഒരു മോളിക്യൂളിന്റെ മിറർ ഇമേജുമായിട്ട് അതിന് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെയാണ് കൈറാൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നോക്കാം, അതുപോലെയുള്ള എക്സാമ്പിൾസ് വരും. Then we can classify optical isomers into two. We can divide optical isomers into two: enantiomers and diastereomers. Enantiomers and diastereomers. What do you mean by enantiomers? They are the isomers which are non-superimposable mirror images of each other. Isomers which are non-superimposable mirror images of each other are known as enantiomers. എന്താണ് പറഞ്ഞത്? നമ്മുടെ മോളിക്യൂൾ എടുക്കുന്നു, അതിന്റെ മിറർ ഇമേജ് എടുക്കുന്നു, എന്നിട്ട് ഒന്നൊന്നിന്റെ മുകളിലേക്ക് വെക്കുന്നു. ആ സമയത്ത് ആ രണ്ട് ഇമേജസും സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് enantiomers. Non-superimposable mirror images. ഒരു മോളിക്യൂൾ എടുക്കുന്നു, അതിന്റെ മിറർ ഇമേജ് എടുക്കുന്നു, എന്നിട്ട് നമ്മുടെ മോളിക്യൂളിന്റെ മുകളിൽ ഈ മിറർ ഇമേജ് വെക്കുന്നു. ആ സമയത്ത് ഈ രണ്ട് ഇമേജസും സൂപ്പർ ഇമ്പോസിബിൾ അല്ലെങ്കിൽ അതിനെയാണ് enantiomers എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ച കാര്യങ്ങളല്ലേ? അല്ലേ? Optical activity, enantiomers, diastereomers. ഇവിടെ നോക്കാം, ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. ആ മോളിക്യൂളിലേക്ക് ഒരു COH കാർബോക്സിൽ functional group ഉണ്ട്. Then there is a hydrogen on the dashed line. Hydrogen atom on the dashed line. Alcohol functional group on the wedge. And there is a CH3 on the solid line. അതാണ് നമ്മുടെ മോളിക്യൂൾ. ഏതൊക്കെ ലൈൻസിലാണ് ഓരോ ഗ്രൂപ്പ്സും ഉള്ളത്. ഇനി അതിന്റെ മിറർ ഇമേജ് എടുത്താൽ എന്താണോ ലെഫ്റ്റ് സൈഡിലുള്ളത് അത് റൈറ്റ് സൈഡിൽ വരും. എന്താണോ റൈറ്റ് സൈഡിലുള്ളത് അത് ലെഫ്റ്റ് സൈഡിൽ വരും. അങ്ങനെയല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് CH3 ആയിരുന്നു, അത് റൈറ്റ് സൈഡിലേക്ക് മാറി. CH3 is here. ആൻഡ് ഈ മോളിക്യൂളില് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഡാഷ്ഡ് ലൈനിൽ ഒരു ഹൈഡ്രജനും സോളിഡ് ലൈനിലുള്ള OH ഗ്രൂപ്പും ആയിരുന്നു. അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി ബിക്കോസ് ഇറ്റ് ഈസ് എ മിറർ ഇമേജ്. ദെൻ COOH ഹൈഡ്രജൻ ഈ സൈഡിലായിരുന്നു. മിറർ ഇമേജ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഹൈഡ്രജൻ വരുന്നത്. So these two are mirror images of each other. ഈ ഒരു മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണ് ഈ സെക്കൻഡ് മോളിക്യൂൾ, അല്ലെങ്കിൽ ഈ മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണ് ഈ ഫസ്റ്റ് വൺ. അങ്ങനെയും പറയാലോ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? മിറർ ഇമേജ് കിട്ടി. Then we have to superimpose. നമ്മൾ ഈ ഒരു മോളിക്യൂളിനെ എടുത്ത് ഈ മോളിക്യൂളിന്റെ മുകളിലേക്ക് വെക്കുന്നു. ഒന്ന് ഇമാജിൻ ചെയ്യാം, ഈ ഒരു മോളിക്യൂളിന്റെ മുകളിലേക്ക് ഈ ഒരു മോളിക്യൂളിനെ വെക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഈ മോളിക്യൂളിന്റെ മുകളിലേക്ക് ഈ മോളിക്യൂളിനെ വെക്കുന്നു. ആ സമയത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യോ ഇല്ലയോ? സൂപ്പർ ഇമ്പോസിങ് നടക്കുവോ ഇല്ലയോ? എന്താണ് സൂപ്പർ ഇമ്പോസിങ്? യെസ്, നടക്കില്ല. എന്താ കാരണം? ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് CH3 ഗ്രൂപ്പാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഹൈഡ്രജനും OH ആണ്. ഇതിനെ അതുപോലെ എടുത്തിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ CH3 ആണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജനും OH ആണ്.
Therefore, it cannot be superimposed. Such non-superimposable mirror images are known as enantiomers. And what do you mean by enantiomerism? This is the isomerism exhibited by enantiomers. It is the phenomenon of It is the isomerism. There is a phenomenon. It is exhibited by enantiomers. And there is a racemic mixture. What do you mean by racemic mixture? Racemic mixture neയാണ് നമ്മൾ ബ്രാക്കറ്റിൽ DL or plus or minus ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് പറയുന്നത്. റെസമിക് മിക്സ്ചറിനെ തന്നെയാണ് DL എന്ന് വെച്ചാൽ ഡെക്സ്ട്രോ ലീവോ, D for dextro, L for levo, പ്ലസ് ഓർ മൈനസ് അതും ഡെക്സ്ട്രോ ലീവോ എന്ന മിക്സ്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റെസമിക് മിക്സ്ചർ DL, that is dextro levo, plus or minus, it is also for dextro levo. Equimolar mixture of, that means equal molar mixture of, equimolar mixture 1:1 is the ratio. Mixture of two enantiomers are known as racemic mixture. Equimolar 1:1 mixture of two enantiomers are known as racemic mixture. അതായത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് ഉണ്ട് നമുക്കറിയാം, ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് ഉണ്ട് നമുക്കറിയാം. ഈ രണ്ട് സബ്സ്റ്റൻസിന്റെയും ഈക്വൽ മോളാർ അല്ലെങ്കിൽ 1:1 റേഷ്യോ എടുത്താൽ ആ മിക്സ്ചറിനെ പറയുന്ന പേരാണ് റെസമിക് മിക്സ്ചർ. ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡെക്സ്ട്രോ ആൻഡ് ലീവോ. അങ്ങനെയാണെങ്കിൽ ആ മിക്സ്ചർ ഓപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുമോ? ഇല്ല. റെസമിക് മിക്സ്ചർ ഓപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആയിരിക്കും. എന്തായിരിക്കും കാരണം? റെസമിക് മിക്സ്ചർ ഓപ്റ്റിക്കലി ഇൻആക്റ്റീവ് ആണ്. വൈ? Racemic mixture is optically inactive. Why? ആർക്കാ ക്വസ്റ്റ്യൻ വേണ്ടേ? ദിയ, ദിയ TM, ഒരു ദിയേ ഉള്ളൂ. ദിയ, യെസ് മാം. എന്തുകൊണ്ടായിരിക്കും റെസമിക് മിക്സ്ചർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് പറയുന്നത്? ഡെക്സ്ട്രോ ലീവോ ആണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. എന്തുകൊണ്ടായിരിക്കും? ദിയ, എന്താണ് റെസമിക് മിക്സ്ചർ? എന്താ ദിയ? ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ്. എന്താണ് റെസമിക് മിക്സ്ചർ? കറക്റ്റ് ആൻസർ ആണ്, പക്ഷെ എങ്ങനെ ആ ആൻസറിലേക്ക് വന്നു? എന്താണ് ഈ റെസമിക് മിക്സ്ചർ? ദിയ, ഡെക്സ്ട്രോ ലീവോയുടെ ഏത് റേഷ്യോയിലുള്ള മിക്സ്ചർ ആണ്? 1:1 ആണ്, അല്ലെങ്കിൽ ഇക്വിമോളാർ ആണ് അല്ലേ? എന്താണ് ഈ ഡെക്സ്ട്രോ റൊട്ടേറ്ററി? റൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ലീവോ റൊട്ടേറ്ററിയോ? ലെഫ്റ്റ്. ഇങ്ങനെ പറയരുതേ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ലീവോ റൊട്ടേറ്ററി. പിന്നെ ഇതെങ്ങനെയാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി പോകുന്നത്? ഓക്കെ, 1:1 റേഷ്യോയിലാണ്. ഇക്വിമോളാർ മിക്സ്ചർ ആണ്. നമ്മൾ 2 മോളിക്യൂൾ എടുത്താൽ അതിൽ ഒരു മോളിക്യൂൾ ലൈറ്റിന്റെ പ്ലെയിനെ മ്യൂട്ട് ചെയ്തോളൂ.
നമ്മൾ 2 മോളിക്യൂൾ ഈ എനാൻഷ്യോമേഴ്സ് എടുത്താൽ അതിലെ ഒരു മോളിക്യൂൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഒരു മോളിക്യൂൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. സോ ഇക്വിമോളാർ മിക്സ്ചർ ആണ്. ഒന്ന് ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റേത് റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽ ചെയ്ത് പോകുന്നു. Therefore, racemic mixture is optically inactive. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, എന്താണ് racemic mixture? നമ്മൾ പറഞ്ഞു ഒപ്റ്റിക്കൽ ഐസോമറിസം 2 ടൈപ്പ് ഉണ്ട്. എനാൻഷ്യോമറിസം ആൻഡ് ഫിനോമിനൻ ആണെങ്കിൽ എനാൻഷ്യോമറിസം ആണ്. ആൻഡ് ഡയാസ്റ്റീരിയോമറിസം. So enantiomers were non-superimposable mirror images of each other. Mirror images ഉണ്ട്, but they are non-superimposable. Then what do you mean by diastereomers? They are the isomers which are not mirror images of each other and are non-superimposable to each other. Diastereomers ആണെങ്കിൽ mirror image അല്ല, non-superimposable ആണ്. Mirror image അല്ല, superimposable അല്ല. Such substances are called diastereomers. Isomers which are not mirror images of each other and are non-superimposable to each other. ഇങ്ങനെയുള്ള ഡയാസ്റ്റീരിയോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമെനൻ ആണ് ഡയാസ്റ്റീരിയോമറിസം. ഡയാസ്റ്റീരിയോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമെനൻ ആണ് ഡയാസ്റ്റീരിയോമറിസം. നമ്മൾ ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് പറയുന്നത് ഐസോമേഴ്സിനെയാണ്. ഡയാസ്റ്റീരിയോമറിസം എന്ന് പറയുന്നത് ആ ഫിനോമെനനെയാണ്. Then consider this example. ഇതാണ് നമ്മുടെ മോളിക്യൂൾ CH3. പിന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്? ബ്രോമിൻ ആറ്റവും ഉണ്ട്, ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. They are on the left side, bromine and hydrogen. And here hydrogen and chlorine, they are on the right side. ഇനി ഇതിന്റെ മിറർ ഇമേജ് എടുത്താൽ ഏതൊക്കെ ആറ്റംസ് ആണ് റൈറ്റിൽ വരുന്നത്, ഏതൊക്കെ ആറ്റംസ് ആണ് ലെഫ്റ്റിൽ വരുന്നത്? പൃഥുൽ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബ്രോമിനും ഹൈഡ്രജനുമാണ്. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ മിറർ ഇമേജ് എടുത്താൽ എങ്ങനെയായിരിക്കും വരിക? ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെ ആയിരിക്കും, റൈറ്റ് സൈഡിൽ ആരൊക്കെ ആയിരിക്കും? അത്ര മതി. ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ, ലെഫ്റ്റ് സൈഡിൽ ഹൈഡ്രജൻ വരും, പിന്നെ ക്ലോറിൻ വരും അല്ലെ. ഇവിടെ ക്ലോറിൻ വരും, അവിടെ ഹൈഡ്രജൻ വരും. റൈറ്റ് സൈഡിലോ ബ്രോമിനും ഹൈഡ്രജൻ. ഇവിടെ ബ്രോമിൻ വരും, ഇവിടെ ഹൈഡ്രജൻ വരും. അതായത് അതായത് റൈറ്റ് സൈഡിൽ എന്താണോ ഉള്ളത് അത് മിറർ ഇമേജിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. എന്താണോ ലെഫ്റ്റ് സൈഡിലുള്ളത് അത് മിറർ ഇമേജിൽ റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെയാണോ നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട് ഉള്ളത്? അങ്ങനെയാണോ ഈ കോമ്പൗണ്ട് ഉള്ളത്? ഈ ഫസ്റ്റ് മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണോ സെക്കൻഡ് കോമ്പൗണ്ട്? യെസ് ഓർ നോ? നോ. ഈ ഫസ്റ്റ് മോളിക്യൂളിന്റെ മിറർ ഇമേജ് ആണോ സെക്കൻഡ് മോളിക്യൂൾ? യെസ് ഓർ നോ? ഒരു നോയേ ഉള്ളൂ. ഇവിടെ പോയി ബാക്കി യെസും നോയും? ആരും യെസ് പറഞ്ഞിട്ടില്ല. നോ ആണല്ലേ? വൈ? ഇവിടെ ബ്രോമിൻ ആറ്റം ആണ്,
ലെഫ്റ്റ് സൈഡിലുള്ളത്. മിറർ ഇമേജിൽ ബ്രോമിൻ ആറ്റം റൈറ്റ് സൈഡിൽ വന്നു. അത് ശരിയാണ്. ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത് അത് റൈറ്റ് സൈഡിൽ വരണം. ഇനി ഈ കാർബണിൽ ഹൈഡ്രജൻ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അത് മിറർ ഇമേജിൽ റൈറ്റ് സൈഡിൽ വരണം. ബട്ട് വന്നിരിക്കുന്നത് ക്ലോറിൻ ആണ്. Therefore, it is not a mirror image. നിങ്ങൾ പറഞ്ഞത് ആൻസർ കറക്റ്റ് ആണ്. They are not mirror images. ഇനി ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്യൂ. ഈ ഒരു കോമ്പൗണ്ടിനെ ഈ ഫസ്റ്റ് മോളിക്യൂളിന്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്നു. ആ സമയത്ത് ആ മോളിക്യൂൾസ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ എന്ന് വെച്ചാൽ ബ്രോമിന്റെ മുകളിൽ ബ്രോമിൻ തന്നെ വരുവോ, ഹൈഡ്രജന്റെ മുകളിൽ ഹൈഡ്രജൻ തന്നെ വരുവോ? ഇവിടെയാണെങ്കിൽ ഈ ഹൈഡ്രജന്റെ മുകളിലേക്ക് ഹൈഡ്രജൻ വരുവോ, ഈ ക്ലോറിന്റെ മുകളിലേക്ക് ക്ലോറിൻ വരിക. അതിനെയാണ് സൂപ്പർ ഇമ്പോസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യോ? ബ്രോമിന്റെ മുകളിലേക്ക് തന്നെ ബ്രോമിൻ വരുവോ? നോ. അതെ, നമ്മൾ ഈ മോളിക്യൂളിനെ എടുത്ത് ഇതിലേക്ക് വെച്ച് നോക്കിയാൽ ഇവിടെ ബ്രോമിൻ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ബട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. ഇവിടെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ് റൈറ്റ് സൈഡിലുള്ളത്, ഇവിടെ ബ്രോമിൻ ആണ് റൈറ്റ് സൈഡിലുള്ളത്. സൂപ്പർ ഇമ്പോസിംഗ് നടക്കില്ല. ഇവിടെ സൂപ്പർ ഇമ്പോസിംഗ് നടക്കുമോ? അവിടെ നടക്കും. ഹൈഡ്രജന്റെ മുകളിലേക്ക് ഈ ഹൈഡ്രജൻ വരും, ഈ ക്ലോറിന്റെ മുകളിലേക്ക് ഈ ക്ലോറിൻ വരും. അവിടെ സൂപ്പർ ഇമ്പോസിംഗ് നടക്കും. ഈ ഒരു കാർബണിന്റെ കേസിൽ സൂപ്പർ ഇമ്പോസിംഗ് വരില്ല. സോ ദീസ് കോമ്പൗണ്ട്സ് ആർ നോട്ട് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആൻഡ് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. Such isomers are known as diastereomers, and the phenomenon exhibited by diastereomers is known as diastereomerism. Okay ആണോ? എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേ? എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി? Phenomenon of rotating the plane polarized light towards left or right. It is known as optical activity. ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആ ഐസോമറിസത്തിനെയാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞു. പിന്നെ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉണ്ട്, ലീവോ റൊട്ടേറ്ററി ഉണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിനെ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസസ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസസ്. Then we can classify optical isomerism into two: enantiomerism and diastereomerism. എന്തായിരുന്നു enantiomerism? Enantiomers, they are isomers in which their mirror images are non-superimposable to each other. അവിടെ enantiomersന് മിറർ ഇമേജസ് ഉണ്ടായിരിക്കും, ബട്ട് ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ. സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. മിറർ ഇമേജസ് ഉണ്ടായിരിക്കും, സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഇൻ ഡയാസ്റ്റീരിയോമേഴ്സ് എന്താണ്? ഐസോമേഴ്സ് വിച്ച് ആർ നോട്ട് മിറർ ഇമേജസ് ആൻഡ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ടു ഈച്ച് അതർ. ഡയാസ്റ്റീരിയോമേഴ്സിന്റെ കേസിലാണെങ്കിൽ അവിടെ മിറർ ഇമേജസ് ഉണ്ടാവില്ല, സൂപ്പർ ഇമ്പോസ് ചെയ്യാനും കഴിയില്ല. അതാണ് ഡയാസ്റ്റീരിയോമേഴ്സ്. Then racemic mixture. Equimolar concentration of D and L. Two enantiomers, dextrorotatory and levorotatory. അതിന്റെ 1:1 മിക്സ്ചർ ആണ് racemic mixture. അതിനെ നമുക്ക് DL എന്നും പ്ലസ് ഓർ മൈനസ് എന്നും ഇൻഡിക്കേറ്റ് ചെയ്യാം. And racemic mixture, they are optically inactive. ഇത്രയും പോയിന്റ്സ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇനി എക്സാമിന് എനാൻഷിയോമേഴ്സും ഡയാസ്റ്റീരിയോമേഴ്സും ഒക്കെ ചോദിച്ചാൽ, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഒരു എക്സാമ്പിളൂടെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഡെഫിനിഷന് 2 മാർക്ക്, എക്സാമ്പിളിന് 1 മാർക്ക് എന്നാണ് ആൻസർ കീയിൽ വരുന്നതെങ്കിൽ നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്ക് 2 മാർക്കേ കിട്ടുള്ളൂ. ഡെഫിനിഷൻ കറക്റ്റ് ആയാൽ 2 മാർക്കേ കിട്ടുള്ളൂ.
മാക്സിമം മാർക്ക് നമുക്ക് ലോസ് ചെയ്യാതെ നോക്കുക. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൂടെ പഠിച്ചു വെക്കുക. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് ഓർ നോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമുക്ക് വരുന്ന ഒരു പോർഷനാണ് കൺഫോർമേഷണൽ അനാലിസിസ്. എസ്എ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോർഷനാണ് കൺഫോർമേഷണൽ അനാലിസിസ്. ഇപ്രാവശ്യം ചോദിച്ചത് 10 മാർക്കിന്റെ ബ്യൂട്ടൈന്റെ കൺഫോർമേഷണൽ അനാലിസിസ് ആയിരുന്നു. ബ്യൂട്ടൈൻ മോളിക്യൂളിന്റെ കൺഫോർമേഷണൽ അനാലിസിസ്. സ്പെല്ലിംഗ് നോക്കുക കേട്ടോ, കൺഫേം അല്ല, കൺഫോം ആണ്, FO ആണ്. കൺഫോർമേഷണൽ അനാലിസിസ്. എന്താണ് കൺഫോർമേഷണൽ അനാലിസിസ് നോക്കാലോ. മോളിക്യൂൾസിന്റെ കേസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. എന്താണ് കൺഫോർമേഷണൽ അനാലിസിസ് അത് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് വേർഡ്സും നമുക്ക് പുതുതാണല്ലോ, കൺഫോർമേഷനും കൺഫോർമേഷണൽ അനാലിസിസും. രണ്ട് ടേംസും നമുക്ക് പുതിയതാണ് അല്ലെ. What do you mean by conformations? Different spatial arrangements of atoms in a molecule which are readily interconvertible by rotation about single bonds. ഒന്നുമില്ല. Different spatial arrangements of atoms in a molecule. ഒരു മോളിക്യൂളില് നമുക്കറിയാം കുറെ ആറ്റംസ് ഉണ്ടാവും. ആ ആറ്റംസിന്റെ സ്പേസിലുള്ള അറേഞ്ച്മെന്റ്സ്, സ്പേസിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാലോ. സോ ഒരു മോളിക്യൂളിലെ ആറ്റത്തിന്റെ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ്, 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ്, അതിനെയാണ് ഈ കൺഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? which are readily interconvertible by rotation about single bonds. നമ്മുടെ കോമ്പൗണ്ടില് ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഈ ഒരു സിംഗിൾ ബോണ്ടിൽ നമ്മൾ ഈ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് ഈ ഒരു കാർബണിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് ഈ ഒരു കാർബണിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഒരു ബോണ്ടിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൂന്ന് ആറ്റംസ് ഉണ്ടാവും. ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 3 ആറ്റംസ് ഉണ്ടാവും. ഈ കാർബൺ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസും റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടും. സോ എന്താണ് കൺഫോർമേഷൻസ്? ദേ ആർ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ വിച്ച് ആർ readily interconvertible by rotation about single bonds. ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിൽ നമ്മളൊരു മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസിന് ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ്, അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ് കിട്ടും. ആ ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിനെയാണ് കൺഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റംസ് in a molecule which are readily interconvertible by rotation about single bonds. Then what is conformational analysis? It is the study of existence of preferred conformations in a molecule and relating the chemical and physical properties of a molecule to its preferred conformations. നമ്മൾ ഈ മോളിക്യൂളിനെ, നമ്മൾ ഈ ബോണ്ടിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് കൺഫോർമേഷൻസ് കിട്ടുന്നുണ്ടല്ലോ. ആ ഓരോ കൺഫോർമേഷന്റെയും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിരിക്കും. സോ ഇങ്ങനെ കിട്ടുന്ന കൺഫോർമേഷനെയും ആ കൺഫോർമേഷന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെയും കുറിച്ചുള്ള സ്റ്റഡിയാണ് കൺഫോർമേഷൻ അനാലിസിസ്. അതിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാം. അങ്ങനെയുള്ള സ്റ്റഡി, ഒരു സ്പെസിഫിക് കൺഫോർമേഷനും അതിന്റെ സ്റ്റെബിലിറ്റിയും അതുപോലെയുള്ള കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ്
conformational analysis. Study of existence of preferred conformations in molecules and relating the chemical and physical properties of a molecule to its preferred conformation. നമുക്ക് കിട്ടുന്ന കൺഫോർമേഷനും അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് കൺഫോർമേഷണൽ അനാലിസിസ്. എന്താണ് കൺഫോർമേഷൻ, എന്താണ് കൺഫോർമേഷണൽ അനാലിസിസ്? ഇനി നമുക്ക് കൺഫോർമേഷൻ അനാലിസിസ് പഠിക്കുന്നത് ഒരു 3-4 മോളിക്യൂൾസിനെ കുറിച്ചാണ്. അവിടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് തരട്ടെ. നമ്മുടെ ഈഥെയിൻ മോളിക്യൂൾ ഉണ്ടല്ലോ, ഈഥെയിൻ മോളിക്യൂളിന്റെ സോഹോഴ്സ് വേണ്ട, ന്യൂമാൻ ആണ് വരയ്ക്കേണ്ടത്. ഈ കൺഫോർമേഷൻ അനാലിസിസിന് നമുക്ക് ന്യൂമാൻ ആണ് വരയ്ക്കേണ്ടത്, ന്യൂമാൻ പ്രൊജക്ഷൻ. ഈ ഈഥെയിൻ മോളിക്യൂളിന് എത്ര ന്യൂമാൻ പ്രൊജക്ഷൻസ് പോസിബിൾ ആണ്? ഒന്ന് വരച്ചു നോക്കിക്കോ, വീട്ടിൽ നിന്ന് പറയണ്ടല്ലോ അല്ലെ. ന്യൂമാൻ പ്രൊജക്ഷൻസ് ഓഫ് ഈഥെയിൻ മോളിക്യൂളിന് എത്ര ന്യൂമാൻ പ്രൊജക്ഷൻസ് പോസിബിൾ ആണ്? അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈഥെയിൻ മോളിക്യൂളിൽ നമുക്കറിയാം 2 കാർബൺ ആറ്റംസ് ആണ്. സോ ഒരു കാർബൺ ആറ്റത്തിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു, ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ അതിൽ ഹൈഡ്രജൻ എവിടെയൊക്കെ വരുമോ, അത് എക്ലിപ്സ്ഡ് ആണോ, സ്റ്റാഗേർഡ് ആണോ, ഇനി അതിന്റെ നടുവിൽ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വരച്ചു നോക്കുക. തെറ്റുന്നതിനെ തെറ്റിക്കോട്ടെ, നമുക്ക് വരക്കാൻ അറിയാൻ നോക്കാലോ. എന്താണ് ഇതിൽ എന്തൊക്കെ അറിയണം? എന്താണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് അറിയണം, എന്താണ് എക്ലിപ്സ്ഡ് എന്ന് അറിയണം, എന്താണ് സ്റ്റാഗേർഡ് എന്ന് അറിയണം, പിന്നെ ഈ മോളിക്യൂളിനെ കുറിച്ചൊരു ഐഡിയ വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ അതൊന്ന് വരച്ചു നോക്കൂ. പിന്നെ ഇത് നമ്മുടെ RS നൊട്ടേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് തുടങ്ങുമ്പോൾ, RS നൊട്ടേഷനിൽ എക്സാമ്പിൾസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇതോടെ ഒന്ന് ചെയ്യാം. ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും മോളിക്യൂളില് R ആണോ S ആണോ? നിങ്ങളുടെ RS നൊട്ടേഷൻ എങ്ങനെയായിരുന്നു അസൈൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ സീരിയസ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ 2 മോളിക്യൂൾസിനും R ആണോ S ആണോ എന്ന് ഒന്ന് നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? R ആണോ S ആണോ? അതിൽ ഒന്നാമത്തെ മോളിക്യൂൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, രണ്ടാമത്തെ മോളിക്യൂളിനെ ചെറിയൊരു ട്വിസ്റ്റിങ് വരുന്നുള്ളൂ. 2 ഹോംവർക്ക് ആണ് ഉള്ളത്. ഈഥെയിൻ മോളിക്യൂളിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻസ് എത്ര പോസിബിൾ ഉണ്ടെന്ന് നോക്കുക. പിന്നെ ഈ 2 മോളിക്യൂൾസിന്റെ കോൺഫിഗറേഷൻ R ആണോ S ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം.